അങ്ങനെ വിക്രവും വേദയും അനിയൻകുട്ടനെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു. ചില സത്യങ്ങൾ അറിയുന്നത് വരെ ആരും കാണാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നതാണ് തൽക്കാലം നല്ലതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്. അനിയൻകുട്ടൻ്റെ സമനില ശരിയാകുന്നത് വരെയാണ് മാറി നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പുളിക്കനെ കൊന്നത് ആരാണ് എന്ന് അറിയാവുന്ന ഏക ദൃക്സാക്ഷിയാണ് അനിയൻകുട്ടൻ. അതുകൊണ്ട് തന്നെ അനിയൻകുട്ടൻ്റെ ജീവൻ ഇപ്പോൾ വളരെയധികം ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഗുണ്ടയിൽ നിന്ന് രക്ഷിച്ചതായിരുന്നു വിക്രവും വേദയും വന്നിട്ട്. അപ്പോൾ ഇനി വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് അനിയൻകുട്ടനെയും മാറ്റാനായിട്ട് തീരുമാനിക്കുന്നു. രാജേട്ടനോടും ജോസഫിനോടും യാത്ര പറഞ്ഞ് അവർ ഒരു ലോറിയിൽ കയറിയായിരിക്കും പോകുന്നത്. അതേസമയം ശ്രീകാന്ത് ആണെങ്കിൽ കലിതുള്ളി നടക്കുകയാണ്. അനിയൻകുട്ടനെയും വിക്രത്തെയും തൻ്റെ കൈത്തുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു ടെൻഷനാകും ശ്രീകാന്തിന്. ഓരോ ദിവസവും ശ്രീകാന്തിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് സ്വത്ത് സ്വന്തമാക്കാൻ സ്വന്തമെന്നോ ബന്ധമെന്നോ ഇല്ലാതെ ആരെയും വകവയ്ക്കാതെ ആരെ വേണമെങ്കിലും കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒട്ടും മടിയില്ലാത്തവനായി മാറുകയാണ്. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്ന് രാജേട്ടനെയും ജോസഫിനെയും പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു. ശ്രീകാന്തിൻ്റെ ഒളിത്താവളത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്, അല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും ആകില്ല. അവിടെ വെച്ച് അവരെ തലങ്ങും വിലങ്ങും അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത് കൈകൾ രണ്ടും ബന്ധിച്ച് വിക്രവും വേദയും എവിടേക്കാണ് പോയതെന്ന് ചോദ്യം ചെയ്യുന്നു. അവരാണെങ്കിൽ എത്ര തന്നെ ഉപദ്രവിച്ചിട്ടും വിക്രവും വേദയും എങ്ങോട്ടാണ് പോയതെന്ന് അവർക്ക് യാതൊരു ഐഡിയയും തന്നെ കൊടുക്കുന്നില്ല. അപ്പോൾ കുറേ സമയം ചോദ്യം ചെയ്തിട്ടും അവർ ഒന്നും പറയാതിരിക്കുന്നത് കാണുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം കൂടുകയാണ്. ശ്രീകാന്തും അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വേദയെയും വിക്രത്തെയുമാണ്. അവർ ഒരുപാട് ദൂരേക്ക് ലോറിയിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോലീസിൻ്റെ കൈപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അതറിയും. അപ്പോൾ വളരെയധികം റിസ്ക് എടുത്തായിരിക്കും അവർ അവിടെ നിന്നും മാറി നിൽക്കാനായിട്ട് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ടെൻഷനുണ്ട്. ആ സ്ഥലത്ത് എത്തിപ്പെടുന്നത് വരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നായിരിക്കും അവരുടെ മനസ്സിൽ. അപ്പോൾ അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം നടന്നതെല്ലാം ആലോചിച്ച് രണ്ടുപേർക്കും വളരെയധികം വിഷമമുണ്ടാകും. അവർ പരസ്പരം ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ വിക്രത്തെ ആണെങ്കിൽ വേദ ആശ്വസിപ്പിക്കുന്നു, വേദയെ വിക്രവും വളരെയധികം ആശ്വസിപ്പിക്കുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ തൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. അതിലുപരി എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിച്ചേ മതിയാകൂ എന്ന ചിന്തയുണ്ട്. അപ്പോൾ അവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വിക്രത്തിൻ്റെ തോളിലായിരിക്കും വേദ ഇങ്ങനെ കിടന്നിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ വേദയാണെങ്കിൽ വിക്രം നല്ല രീതിയിൽ സ്നേഹമൊക്കെ കൊടുത്ത് നല്ലപോലെ ആശ്വസിപ്പിക്കുന്നുണ്ട് വേദയെ. അതേസമയം ആ ഒരു അനിയൻകുട്ടൻ്റെ വർത്തമാനവും കാര്യങ്ങളും അവൻ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവർക്കും വളരെയധികം സങ്കടമാവുന്നുണ്ട്. നല്ല രീതിയിൽ പേടിച്ചതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അനിയൻകുട്ടൻ്റെ ആ ഒരു മാനസിക നില ശരിയായാൽ മാത്രമേ വിക്രത്തിന് ഇനിയൊരു രക്ഷയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അനിയൻകുട്ടനെയും അവർ നല്ല രീതിയിൽ ഒളിപ്പിച്ചായിരിക്കും കൊണ്ടുപോകുന്നത്. അവരിങ്ങനെ ലോറിയിൽ പോകുന്ന സമയം അവരുടെ സോങ്ങൊക്കെ വെച്ച് ഭയങ്കര ഒരു സാഡായിട്ടുള്ളൊരു BGM ഒക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പുലർച്ചയൊക്കെ ആവാനാകുമ്പോഴേക്കും അവർ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. വളരെയധികം ദൂരെയുള്ളൊരു സ്ഥലമായിരിക്കും അത്. നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ സെറ്ററൊക്കെ ഇങ്ങനെ വേദയ്ക്ക് ഇങ്ങനെ പൊതിച്ച് കൊടുക്കുന്നുണ്ട് വിക്രം. അപ്പോൾ അവരിങ്ങനെ ഏതാ വിക്രം ഈ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊക്കെയുണ്ട്. അനിയൻകുട്ടനെയും കൂടെ കൂട്ടുന്നു. അവിടെ ലോറിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ വേറൊരു ജീപ്പിലായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ ജീപ്പിൽ പോകുമ്പോൾ അത്ര പേടിയില്ലാതെ തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം ആരും എത്തപ്പെടാത്ത ഒരു സ്ഥലത്താണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നതിന് ശേഷം അവരിങ്ങനെ അനിയൻകുട്ടനെയും കൂട്ടി ആ ഒരു ജീപ്പിൽ അവർക്കൊരു ചെറിയൊരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ വേദയുടെയും വിക്രത്തിൻ്റെയും മാത്രമായൊരു ലോകത്തിൽ ആ ഒരു ജീവിതമായിരിക്കും അവിടെ അവർ തുടങ്ങുന്നത്. ഇനിയെല്ലാം ശരിയായി എല്ലാ തെളിവുകളായിട്ട് മാത്രമേ വേദയും വിക്രവും അവിടെ നിന്ന് നാട്ടിലേക്ക് വരുള്ളൂ എന്നവർ തീരുമാനിക്കുന്നു. പക്ഷേ അവിടെ എത്രത്തോളം സേഫാണ്, ശ്രീകാന്തിൻ്റെ ആളുകൾ ഇനി അവിടെ എത്തിപ്പെടുമോ എന്നൊന്നും അറിയാൻ സാധിക്കില്ല. കാരണം പോലീസുകാരുടെ സപ്പോർട്ടും ശ്രീകാന്തിന് ഉള്ളത് കൊണ്ട് തന്നെ എത്ര ദിവസത്തേക്കാണ് അവരിങ്ങനെ ഒളിച്ചു താമസിക്കാൻ കഴിയുക എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോഴേക്കും അനിയൻകുട്ടൻ്റെ കാര്യം ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് വിക്രത്തിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും വിക്രത്തിൻ്റെ പക്ഷത്തേക്കായിരിക്കും കാര്യങ്ങൾ വരിക എന്ന് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അവിടെ എത്തിയതിന് ശേഷമുള്ള കഥകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.